അപ്പോൾ രാവിലെ തന്നെ നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ വന്ന പാടെ തന്നെ ഞാൻ ഇന്നലെ ഏത്തക്ക വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അത്ര വലിയ ഏത്തക്കയൊന്നുമല്ല കിട്ടിയത്, കണ്ട ഈ ഒരു സൈസിലുള്ളതാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സനമോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഈ സനമോൾക്ക് ഇതുപോലെ ഏത്തക്കായ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ കുന്നങ്കായ എന്ന് പറയുന്ന ഒരു കായ ഇല്ല കേട്ടോ. ഞാനിവിടെ കുറേ അന്വേഷിച്ചു. അപ്പോൾ ഇപ്രാവശ്യം സുൽത്താൻ വന്നപ്പോഴേക്കും ഈ സ്ലൈസർ ശരിയാക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. വന്നതിൻ്റെ അന്ന് ഓർത്ത് പറഞ്ഞേ. അപ്പോൾ അവൻ പറഞ്ഞ് അമ്മ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അവനത് ഒട്ടിച്ച് തന്നേനായിരുന്നു. എന്തായാലും ഇതൊക്കെ ഈ സ്ലൈസർ ഉള്ളത് എനിക്ക് ഭയങ്കര ഉപകാരമാണേ. അപ്പം അതിൽ എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് രാവിലെ തന്നെ നമ്മുടെ അഗാറോയുടെ നമ്മളുടെ ഡീഹൈഡ്രേറ്ററിൽ സംഭവം വച്ച് കഴിയുമ്പോഴേക്ക് ഒരു 10 മണിക്കൂർ കൊണ്ട് സംഭവം നമ്മളെ കിഡു ഏത്തക്ക തയ്യാറായിട്ടുണ്ടാവും. ഇങ്ങനെ ക്ഷമയോടുകൂടി എല്ലാം സാവകാശം വെക്കും അല്ലേ ഫാബി? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം ഇതുപോലെ. പക്ഷെ ഇതുള്ളത് എന്തോ യൂസ്ഫുൾ ആണെന്നറിയാവോ അല്ലേ? നമുക്ക് നല്ല യൂസ്ഫുൾ ആണേ. ആദ്യം ഞാൻ അത്ര നമുക്ക് ഉപകാരപ്പെടൂല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല, വേണ്ട കയ്യിൽ നിന്ന് മാറ്റിക്കാനുള്ള എല്ലാം അടുക്കി കൊണ്ടുവന്നാ. അടുക്കി കൊണ്ടുവന്ന് വെക്കാം. ടൈം സെറ്റ് എത്ര വെച്ചോളെ? 10 മണിക്കൂർ. എത്ര ഡിഗ്രി? 70 ഡിഗ്രി സെൽഷ്യസിൽ 10 മണിക്കൂർ. നമ്മുടെ അഗാറോയുടെ ഡീഹൈഡ്രേറ്ററാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ പായസം ആദ്യം തയ്യാറാക്കാമെന്ന്. അപ്പം ഫാബിമോളുടെ ബർത്ത്ഡേ അല്ലേ, അപ്പം എന്തുകൊണ്ടും ഒരു പായസം അവൾ ആഗ്രഹിക്കുമല്ലോ. എപ്പോഴും അടപ്രഥമനും സേമിയ പായസവും അങ്ങനെയൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് നമ്മുടെ പ്രഷർ കുക്കറിൽ നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ. കടലപ്പരിപ്പ് പായസം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. അപ്പം ഫാബിമോൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഇന്നലെ എല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കടലപ്പരിപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം കടലപ്പരിപ്പ് പായസം നമ്മൾ പിന്നെ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ് ഒന്നും അല്ലല്ലോ. എന്നിട്ട് ഈ നെയ്യിൽ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ കുക്കറിൽ തന്നെ അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ആ നെയ്യിൽ ഇതൊന്ന് ഇതുപോലെ വറുത്തെടുക്കണം. നന്നായിട്ട് കടലപ്പരിപ്പ് കഴുകിയ ശേഷമാണ് വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ വറുത്തെടുക്കുന്നത്. അതിനുശേഷം ഈ പരിപ്പ് വേകാൻ പാകത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഇതുപോലെയൊക്കെ വേവിക്കുമ്പോൾ തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പം ആ പരിപ്പൊക്കെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം തിളച്ച വെള്ളം ഒരുപാട് ആവുകയും ചെയ്യരുത്, കണക്കിനെ ആവാവൂ കേട്ടോ. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ വല്ലാതിരിക്കും. അപ്പം ഇവിടെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇവർക്കൊക്കെ കടിക്കാനായിട്ട് കിട്ടണം, അതാണ് ഇഷ്ടം. അപ്പം ഞാൻ വെയിറ്റിട്ട് ഒരു 4-5 വിസിൽ വരെ അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ എപ്പോഴും ശർക്കര ഇങ്ങനെ ഉരുക്കി അരിച്ചിട്ട് കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് റെസിപ്പികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എളുപ്പം നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നോക്കിയപ്പോഴേക്കുണ്ട് ശർക്കരയില്ല. അപ്പം ഞാൻ പിന്നെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അമ്മിക്കല്ലിൽ കൊണ്ടുവച്ചിട്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്, ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഇതൊക്കെ എളുപ്പപ്പണികൾ ചെയ്യണതാണ് കേട്ടാ. എന്നെപ്പോലെ ഇതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേ. ഇത് നമ്മുടെ ഇടികല്ലിൻ്റെ കല്ലാണ് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഈ ശർക്കരയെ അങ്ങ് ഇടിച്ച് നിരത്തും. എളുപ്പം ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെക്നിക്കാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ശർക്കര ഉരുക്കുമ്പോഴേക്കും ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് ഉരുക്കി അതങ്ങ് ലൂസാക്കി കളയത്തില്ല. കുറച്ചിങ്ങനെ നല്ല തിക്കായിട്ടുള്ള രീതിയിലേ ഉരുക്കി എടുക്കത്തുള്ളൂ. അങ്ങനെ ചെയ്യണം എന്തെന്ന് വെച്ചാൽ നമുക്കപ്പോഴേക്ക് കുറച്ച് എന്തിനായാലും കുറച്ച് മാത്രം ചേർത്താൽ മതി, നല്ല മധുരം ഉണ്ടാവും. അപ്പം ഞാനത് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കണ്ണ് തെറ്റിയാൽ ഇത് തിളച്ച് കളയും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുകി കിട്ടും. നല്ലവണ്ണം ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ. ഇളക്കി കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു 5-6 വിസിൽ കേൾക്കാനായിട്ട് ഞാൻ കടലപ്പരിപ്പ് വച്ചിരിക്കേനെ.
അപ്പം ഈ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഞാനിവിടെ ഉള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ നമ്മുടെ സ്ലൈസറിൽ ഉള്ളിയെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള പണികൾ നമ്മൾ ഒന്ന് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി അങ്ങ് കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇതാ കടായി അടുപ്പത്തേക്ക് വെച്ചു. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച ശേഷം ഇനിയിപ്പം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതായത് എണ്ണയും നെയ്യും കൂടി ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കണത്. അപ്പോൾ ശരിക്കും നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പം നെയ്യ് ഒന്ന് ഉരുകി വരാനാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്യണമെന്നുകൂടി പറയുക. അപ്പോൾ സ്ലൈസ് ചെയ്ത സവാള ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ 2-3 ബാച്ചായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഒരുമിച്ചിട്ട് അത്രയും എണ്ണ ഇതിലേക്ക് അങ്ങ് ഒഴിക്കത്തില്ല കേട്ടോ. കാരണം ഈ എണ്ണ തന്നെയാണ് ഇനി നമ്മൾ കുക്കിങ്ങിനായിട്ട് എടുക്കണം. അതായത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തേ നമ്മൾ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നെയ്യും എണ്ണയും കൂടി വെച്ചത്. എന്നിട്ട് നമ്മൾ ഒരു ഇച്ചിരി മൂപ്പ് കൂടിപ്പോയി കേട്ടോ ഫസ്റ്റ് ഞാൻ വറുത്തെടുത്തതിൽ. ചിലത് കണ്ട ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് ഞാനൊന്ന് മാറ്റിയിട്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് എത്രയാണോ ഉള്ളി വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ടിപ്പുണ്ട് കേട്ടോ. നമ്മൾ സമയമുള്ള സമയത്ത് ഉള്ളിയൊക്കെ ഇതുപോലെ വറുത്തെടുത്ത ശേഷം നന്നായിട്ട് തണുക്കണം. തണുത്തിട്ട് നമ്മളിത് സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതേപോലെ മൊരുമൊരുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വറുത്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ബദാം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതാണ് അത് 2 പീസ് അതിൽ കിടക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് ജോലികൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പം 2 ഐറ്റത്തിനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ വറുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പം നമ്മളിതുപോലെയാണ്, അല്ലാതെ പ്രത്യേകമായിട്ട് വറുക്കാനായിട്ട് നിൽക്കത്തില്ല. എന്തിനൊക്കെ വേണോ അതിനെ കണക്കാക്കിയിട്ട് ഒരുമിച്ച് അങ്ങ് വറുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത്രയും ജോലി പിന്നും നമുക്ക് എളുപ്പമാണ് കേട്ടോ. കിസ്മിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇട്ട ഉടൻ തന്നെ അതിൻ്റെ ആ ഒരു വീർത്ത് വരികയും ചെയ്യും. ഒന്ന് കണ്ണ് തെറ്റിയാൽ അതിൻ്റെ കളറ് മാറുകയും ചെയ്യും. അപ്പോൾ കിസ്മിസും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും നമുക്ക് എണ്ണ വേസ്റ്റ് ആകാത്ത രീതിയിൽ തന്നെ ഇതെല്ലാം കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതുപോലെ ഞാൻ ചോദിച്ചില്ലല്ലോ, നിങ്ങൾക്ക് പായസം ഒക്കെ ഉണ്ടാക്കുമ്പം ഏത് പായസമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? എനിക്കാണെങ്കിൽ ഈ നമ്മളുടെ ഈ സേമിയ പായസമില്ലേ, എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. പാല് ചേർത്ത പായസം ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രിയമില്ല. ഇതിനിടയിൽ സ്റ്റീം പോയ ശേഷം ഞാൻ കുക്കറൊന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഈ ഒരു പരുവത്തിലാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. കാരണം മഷി പോലെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ, വെന്ത് ഉടഞ്ഞ കടലപ്പരിപ്പ്. അപ്പം ഇതിങ്ങനെ ചവയ്ക്കണം ഇടയ്ക്ക്, എന്നാൽ ഇത് വെന്തിട്ടുമുണ്ട്. അപ്പം ഞാനിത് നമ്മളുടെ ഉരുളിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയുള്ള പണികളെല്ലാം ഉരുളിയിൽ വെച്ചാണ് ചെയ്യണത്. ഉരുളിയാകുമ്പോൾ നല്ല ചുവട് കട്ടിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അളവ് പറയണില്ല, കാരണം നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കുമല്ലോ മധുരം ഇഷ്ടമുള്ളത്. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണേ. അപ്പം ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ദേഹത്തൊന്നും തെറിക്കാതെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് ഇങ്ങനെ ഗ്യാസിലേക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് അതങ്ങ് തുടച്ച് മാറ്റി. എനിക്ക് അങ്ങനെ വെച്ചിട്ട് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മളുടെ 2ാം പാലെടുത്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാലാണേ. പലർക്കും കാണുമ്പം ചിലർക്കൊക്കെ ഡൗട്ട് തോന്നിയിട്ട് ചോദിക്കും ഏത് പാലാണ് ഉപയോഗിച്ചത്. പല കുക്കിംഗ് കാണിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് പറഞ്ഞത്. അപ്പം 2ാം പാലൊഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അടി ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രഷർ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ കടലപ്പരിപ്പ് പായസം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതിനിടയിൽ ഞാൻ 1ാം പാല് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്തപ്പോൾ അതങ്ങ് പോയി. അപ്പം നമ്മളുടെ അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ഉണ്ടല്ലോ, ആ വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും കടലപ്പരിപ്പ് പായസം ഇരിക്കും തോറും ഇച്ചിരി ഒരു കുറുക്കം വരും കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വന്നു. ബർത്ത്ഡേക്ക് സനമോൾക്ക് ക്യാപ്പ് വേണം. മോളെ ബർത്ത്ഡേ ആണ്.
മമ്മടെ വെച്ച് മിടുക്കി. ഈ കേക്ക് ഉണ്ടോ? കേക്ക് ഇത് നമ്മുടെ അമ്മൂസ് കൊടുത്തതാണ്. ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്നതാണ്. എന്തിനായിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ ഭാബി. ഭാബി ഇതാരാണ്? ഇത് സൽമാൻ. ഹാപ്പി ബർത്ത്ഡേ ഭാബി. ഫാബി പറഞ്ഞിരുന്ന ചെറിയ കേക്ക് മതി. മാത്രമല്ല മറ്റന്മാർ രണ്ടിടത്തും വേണ്ടെന്ന് പറഞ്ഞു. മറ്റൊരു രണ്ടുപേരും കേക്ക് ഓർഡർ ചെയ്യാൻ പോയപ്പോ നമ്മള് പറഞ്ഞു കേക്ക് വേണ്ടാന്ന്. ഓ വാപ്പ നോക്കിക്കോളാം. കട്ട് ചെയ്ത് ഭാബി. സനമോളെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി മമ്മ പറഞ്ഞോളെ ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് കേക്കൊക്കെ മുറിക്കാൻ സനമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്ര സിമ്പിൾ ബർത്ത്ഡേ എവിടെ കാണും അല്ലേ? കത്തിയാണ് വേണ്ടത്. അമ്മയുടെ വായിൽ വെച്ചു കൊടുക്കോളെ. മമ്മയുടെ വായിൽ വെച്ചു കൊടുത്തേ. ശനമോ മമ്മയുടെ വായിൽ വെച്ചു. മമ്മയുടെ വായിൽ അത് എന്തോ പോലെ കയ്യിലൊട്ടുന്നുണ്ട്. സനയുടെ വായി വെച്ചോക്കാം. സനയുടെ വായി വെച്ചോടുക്കാം. മറ്റേ ഈ കിളികളില്ലാത്ത എടുത്തു കൊടുക്കും. മമ്മ കയ്യിലായിരുന്നു മമ്മ. പപ്പാടെ വായി വെച്ചോടുക്കും. പാപ്പാക്ക് പിന്നെ മതി. പാപ്പാക്ക് പാപ്പാക്ക് കൊടുക്കാം. പാപ്പാക്ക് വെച്ച് പല്ലിലുള്ള ചോക്ലേറ്റ് കട്ട് ചെയ്തോളെ. ചെറിയ പീസ്. ഞാൻ പാപിക്ക് കൊടുക്കും. സനമോക്ക് കൊടുത്തില്ല. സനമോക്ക് വാപ്പ കൊടുത്തിട്ട്. സനമോക്ക് വാപ്പ കഴിച്ചു. വാപ്പ കഴിക്കട്ടാ. വാപ്പ കഴിക്കട്ടാ. ഞാൻ അടുത്ത കേക്ക് വാപ്പ കഴിക്കാം. വേണോ? വാപ്പ കഴിക്കട്ടാ. ഇനി നമ്മുടെ അമ്മൂസിന്റെ കേക്ക്. അമ്മൂസ് അനിയത്തിയുടെ മോളാണ് കേട്ടാ. അമ്മൂസിന്റെ കേക്ക് മതി. അവളിങ്ങനെ ഓർത്ത് ഇന്നലെ രാത്രി എത്ര മണിയായി കാണും? ഒരു ആ സമയത്താണ് ഈ കേക്ക് ഇവിടെ വന്നത്. മോളത് കുറിക്ക്. ഈ കേക്ക് മുറിക്കും. പിടിച്ചോ അമ്മ പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ കേക്ക് ഇനി ഈ കേക്ക് കഴിക്കാം. അവർക്ക് അത് കൈ കൊടുക്കാൻ. ഇത് കഴിക്കാനോ? പാപ്പ കൂടെ മോള് കഴി എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളി. എന്റെ ഫേവറേറ്റ് ഫ്ലേവറാ ബട്ടർസ്കോച്ച്. അത് അമ്മൂസിന്റെ അടുത്താണ് പറയാൻ. വീഡിയോ കൂടി പറയാം. താങ്ക് യു അമ്മൂസേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടർസ്കോച്ച് എന്റെ ഫേവറേറ്റ് ഫ്ലേവർ ആണ്. നമുക്കറിയാം അല്ലേ? അങ്ങനെ ബർത്ത്ഡേ ആയതുകൊണ്ട് സൽമാൻ ലീവ് എടുക്കാൻ നോക്കി. പക്ഷേ അവന് ലീവ് കിട്ടിയില്ല. ഇവർക്കൊക്കെ ലീവ് എടുക്കണമെങ്കിൽ നേരത്തെ തന്നെ എല്ലാം എഴുതി കൊടുക്കുക. അങ്ങനെയൊക്കെ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് ലീവൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇന്നിപ്പം അവൻ ഉണ്ടാവത്തില്ലല്ലോ. ശരിക്കും അതൊരു വിഷമമാണ് അല്ലേ? നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോഴേക്ക് എല്ലാവരും ഉള്ളപ്പം അതൊരു രസം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നമ്മളുടെ സുൽത്താനും റിസ്വാനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നേനെ കേട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇന്നിപ്പം ഒരു തന്തൂരി ചിക്കനും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. അപ്പം മോൾക്കും ഇഷ്ടമായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ മാതിരി ബർത്ത്ഡേ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇത് ആഗ്രഹിക്കും അല്ലേ? എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം അത്
ആർക്കായാലും ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പം ഞാനിവിടെ ഇവിടെ മക്കളുടെ സുൽത്താൻ്റെ ആയാലും സൽമാൻ്റെ ആയാലും റിസ്വാൻ്റെ ആയാലും ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഇതുപോലെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, പിള്ളേരുടെ സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുക, അവരെ സന്തോഷമായിട്ട് അവർക്ക് മാക്സിമം സന്തോഷം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ കൊടുക്കുക. അത് തന്നെയല്ലേ ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ സലു പോകുന്നതിന് മുൻപ് ഇതൊക്കെ റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ സലുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം വീട്ടിൽ നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടും ഒന്നുമില്ല. കാരണം സലു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ രാത്രിയേ വരത്തുള്ളേ. അപ്പോൾ പിന്നെ അത് നടക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം അത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. എന്താ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ മാറ്റി വെച്ചു. അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണമല്ലോ. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ളതിന് ആദ്യം മട്ടൺ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാലക്കൂട്ടൊക്കെയാണ് ഈ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെയൊക്കെ റെസിപ്പി ഷെയർ ചെയ്തുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പം അത് കാണിക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴായാലും നല്ല ഒരു, അതായത് നമ്മൾ ഓരോന്നും അതിൻ്റെതായ രീതിയിലൊക്കെ തയ്യാറാക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റും മണവും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം ഈ ബിരിയാണിയിൽ ഞാനിപ്പം രമ്പയിലയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. രമ്പയില എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളുടെ നാട്ടിൽ അതിനെന്ത് പേര് പറയും? അപ്പം ഞാൻ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ പെട്ടെന്നാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം ഇതാണ് രമ്പേല എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ചിലരുടെ വീടുകളിൽ തന്നെ ഇത് കാണും. മുൻപ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഇല്ല. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ അഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് ചെടിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ. എന്നിട്ട് ഇതാ തൈരൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഫാബിമോൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇപ്പം ഞാനും നിസാർക്കായും അല്ലേ ഈ സമയങ്ങളിലല്ലോ, സലു വരുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവുമല്ലോ ഓഫീസിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ പലരും ചോദിക്കും അതെന്ത് പറ്റി സൽമാൻ ലേറ്റായിട്ട് വരുന്നതെന്ന്. പോകുന്നത് അവർക്ക് ഓഫീസ് ടൈം തുടങ്ങുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്കിപ്പം രാവിലെ ഇതുപോലെ ഉണ്ടാക്കാനുള്ള ടൈം കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇപ്പം ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ടൈമിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇനിയിപ്പം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് മുൻപ് നമുക്ക് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയണത് പോലെ ഞാൻ ഒരുപാട് തക്കാളിയൊന്നും ചേർക്കത്തില്ല. അതിന് എത്ര പേർക്ക് ഉണ്ടാക്കാനായാലും ഞാൻ അതിൻ്റെ കറക്റ്റ് രീതിക്ക് മാത്രമേ തക്കാളിയൊക്കെ ചേർക്കാറുള്ളൂ. അമിതമായിട്ടൊന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ചിലരുടെ വിചാരമാണ് ഒരുപാട് തക്കാളി അല്ലെങ്കിൽ ഒരുപാട് സവാള ചേർക്കുമ്പോഴേക്ക് അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന്. അത് തെറ്റായ ധാരണയാണ്. എല്ലാം മിതമായ രീതിയിൽ ചേർത്താൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു രുചിയൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് അതിനിപ്പോൾ ഒരു 5-6 വിസിൽ വരെ ഒന്ന് വേവിക്കാൻ വെക്കണേ. അപ്പം നമ്മൾ നേരത്തെ നെയ്യും എണ്ണയും കൂടി വറുത്തെടുത്തപ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ല അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. റൈസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ മട്ടൺ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സാധാരണ ബിരിയാണി എന്നൊക്കെ പറയുമ്പോഴേക്ക് കൂടുതലും ചിക്കൻ ബിരിയാണി ആയിരിക്കും ഉണ്ടാക്കണത് അല്ലേ. അപ്പം ഇവിടെ ഫാബിമോൾക്ക് മട്ടൺ ഇഷ്ടമായതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ഇതിലും നമ്മൾ രമ്പയിലേക്ക് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം നിങ്ങൾ രമ്പയില ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ശരിക്കും ഇന്നിപ്പം ആരവങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ മാത്രമായിട്ടുള്ള ഒരു ജന്മദിനാഘോഷമാണ്. പിന്നെ അതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും സന്തോഷത്തിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാനായിട്ട്. അപ്പം ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ. ബർത്ത്ഡേ ആകുമ്പോഴേക്കും നല്ല ഫുഡ്, ഇച്ചിരി പായസം കുടിക്കണം. അപ്പം അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കായാലും ചെയ്തു കൊടുക്കുക. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരാണോ അനുഭവിക്കുന്നത് അവരുടെ സന്തോഷം കാണാനാണ് ഞങ്ങൾക്കിഷ്ടം കേട്ടോ. അപ്പം ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പം അത് റൈസ് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് എപ്പോഴും കുറച്ച് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ മാത്രമേ ഈ വെള്ളം നമ്മൾ റൈസിലേക്ക് ചേർക്കുമ്പോഴേക്ക് ആ ഉപ്പുമായിട്ട് റൈസ് ചേർന്ന് വരത്തുള്ളൂ. എന്നിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചിലർക്ക് റൈസ് ഇങ്ങനെ
വിട്ട് വിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം അല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണേ, ചിലർക്ക് വെന്തൊടഞ്ഞു കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഉള്ളവരും ഉണ്ടാവുമല്ലോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ റൈത്ത റെഡിയാക്കാമെന്ന് കരുതിയിട്ട് തൈര് ഒഴിച്ചു, അതൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പം പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ടൈം തീരെ ഇല്ല കേട്ടോ. സലൂന് ക്യാബ് വന്നു കഴിഞ്ഞാൽ അവൻ പോവും. അപ്പം അതിന് മുൻപ് തന്നെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതാ സവാളയും നമ്മളുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടെടുക്കുകയാണ്. അപ്പം ശരിക്കും നമ്മൾ ഈ റൈത്തയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ബീട്രൂട്ട് ഒരു ചെറിയ പീസ് നിങ്ങൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഈ റൈത്തയുടെ കളറ് തന്നെ മാറിപ്പോകും കേട്ടോ. ഭയങ്കര നല്ല കളറായിരിക്കും. ഇന്നിപ്പം എനിക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പം അതിനൊന്നും മെനക്കെടുന്നില്ല. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം പപ്പടം വറുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടപ്പ് മാറ്റി ഇതാ കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റ് ഇതിപ്പോൾ കൈമ റൈസാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഈ ചെറിയ കൈമയാണോ ഇഷ്ടം, അതേ നീളമുള്ള ബസ്മതി റൈസാണോ ഇഷ്ടം? എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ ഇതുപോലെ ചെറിയ കൈമ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ നീളമുള്ള റൈസ് കഴിക്കുമ്പോൾ അതാണ് ഇഷ്ടമെന്ന് തോന്നിപ്പോവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മട്ടണും വെന്തിട്ടുണ്ട്. ഇനിയിപ്പം വലിയ പണികളൊന്നുമില്ല, എല്ലാം ഇതാ ഒന്ന് ഡം ചെയ്ത് എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് കുറുകി എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്. അങ്ങനെ ഇപ്പം ഞാൻ മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്കാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിലെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ നമ്മുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ ഉമ്മ ഇതുപോലെ പലതും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തരും. അപ്പം നമുക്ക് ആ ഒരു ചിന്തയാണല്ലോ, നമുക്ക് കിട്ടിയത് നമ്മളുടെ മക്കൾക്കും കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും അതെന്തോ ഒരു വിശേഷമാണ് എന്ന് ഒരു തോന്നല. അതൊരു വിശേഷം അല്ല എന്നുള്ള കാര്യമൊക്കെ അറിയാം, അതിനുള്ള വകതിരിവൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷെ എന്നാലും അത് അങ്ങനെ അല്ലല്ലോ. അത് ഒരു ദിവസം അത് നമ്മൾ ജനിച്ച ദിവസം അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പം നമുക്കതൊരു രസമായിട്ട് തോന്നും. പിന്നെ ഈ കുറ്റം പറയുന്നവർക്ക് അവരൊരു അറ്റത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളത് ചെവിക്കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണോ ശരി അത് നമ്മൾ ചെയ്യുക, അത്ര തന്നെയുള്ളൂ. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ സന്തോഷമാണ്, അല്ലാതെ അതിൽ ഉപരി ഇതിൽ ഒരർത്ഥങ്ങളും ഇല്ല കേട്ടോ. അപ്പം എന്താ നമ്മൾ മസാലയെല്ലാം ഇതുപോലെ ലെയർ ചെയ്ത് വെച്ച ശേഷം നമുക്ക് ബാക്കി റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം ഞാനിപ്പം സാഫ്രോണ് കുറച്ച് പാലിൽ കലക്കിയതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നെയ്യും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഇട്ടെടുക്കുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ബിരിയാണി. പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്തത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതൊക്കെ ഇട്ടെടുക്കും. ഇവിടെ നിസാറിക്കാണെങ്കിൽ ബിരിയാണി ആണെങ്കിലും പായസമാണെങ്കിലും കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കൂടുതൽ വേണേ. ഇവിടെ വന്ന് കഴിക്കുന്നവർ പലപ്പോഴും പറയാറുണ്ട് കേട്ടോ, അതായത് അണ്ടിപ്പരിപ്പ് പായസമാണോ എന്ന് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ എപ്പോഴും ഇടുന്നതാണ്. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് മൂടി വെച്ച് കൊടുക്കുകയാണേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞ ഒരു വിഷമമുണ്ടേ. നമ്മുടെ സുൽത്താനും റിസ്വാനും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബർത്ത്ഡേ അവർ കെങ്കേമമാക്കിയേനെ. പിന്നെ സൽമാന്റെ കേസ് പറയണ്ടല്ലോ, നമ്മുടെ പഴയ ആൾക്കാർക്ക് എപ്പോഴും അറിയാം ഇപ്പം എൻ്റെ ബർത്ത്ഡേയോ നിസാറിക്കയുടെ അതുപോലെ തന്നെ ആരുടെ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സൽമാൻ ആണെങ്കിൽ ഒരു ഉത്സവമാക്കി തരാണ് ചെയ്യണത്. ചിലപ്പോൾ നമ്മൾ പോലും മറന്നിരിക്കുന്ന സംഗതി അവൻ ഓർത്ത് ഓരോ കാര്യങ്ങളൊക്കെ മുൻപ് ചെയ്യുമായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ തന്തൂരി ഉണ്ടാക്കാൻ വേണ്ടി ഇത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഈ തന്തൂരി മസാല തേച്ച ചിക്കൻ ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇനി നമ്മളിൽ കാണുന്ന ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതായത് ഇതിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ്, അതിനി വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ശരിക്കും തന്തൂരി മോഡലിൽ റെഡിയാക്കി എടുക്കും. അപ്പം അതോടുകൂടി അതങ്ങ് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ധൃതിയിലാണ് ഇന്നിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. വേറൊന്നും അല്ല, നമ്മുടെ സലൂന് പോകാനുള്ളത് കൊണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ബർത്ത്ഡേക്കാരിക്ക് തയ്യാറാക്കിയ വിഭവങ്ങൾ. അപ്പം
ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫാബിമോൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സനമോൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തണം. പലരും ഇങ്ങനെ പറയാറുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. എന്തായാലും നിങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്ത് സമയം അത്? നമ്മുടെ സൽമാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു സാധനം വരും വാങ്ങിച്ച് ഫാബിക്ക് കൊടുക്കണമെന്ന്. സൽമാൻ രാവിലെ ഓഫീസിൽ പോയി ഇപ്പതാ 1:20 ടൈം. ഫാബി മോളെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും. ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത്ര ചെറുതാ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിന്റെ മാപ്പിള കൊടുത്തുവിട്ടത്. ഞാനിപ്പോ വിളിച്ചു പറയേണ്ടി വരും. തുറന്നു നോക്കട്ടെ. നോക്കാം. ഡ്രസ്സാണല്ലോ. അതൊക്കെ അറിയാമോ അവര്? കൂടെ കിടക്കണവന് നീ പറയുന്നതല്ല. കൂടെ കിടക്കണവന് അളവ് പറഞ്ഞുണ്ടാന്ന ഞാൻ പറയണതല്ല. മറ്റു പലരും പറഞ്ഞതാണ് ഫാബിമോളുടെ അളവ് അറിയത്തില്ല എന്ന്. എനിക്ക് അളവൊക്കെ അറിയാം. എനിക്ക് അളവ് അറിഞ്ഞൂടെ മോളെ? മടക്കി വെക്കുന്ന ഇല്ല, ഞാനത് നോക്കിട്ട് അടിപൊളി. വാപ്പ ചോദിച്ചില്ലേ അളവ് അറിയാവോ എന്ന്. എന്റെ പൊന്നുമോൾ ഇന്ന് ഇട്ടോണ്ടോന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം അളവ് അറിയാവോ ഇല്ലയോ എന്ന്. ഓ അടിപൊളിയായിരിക്കുന്നു. സൂപ്പർ മോളെ. നല്ല കളറ്. ഞാന് കൊണ്ടുവന്നപ്പോ ഞാൻ എന്ത് വിചാരിച്ചെന്നറിയോ? സൽമാൻ ദീർഘവീക്ഷണമുള്ള ഇച്ചിരി വലുതായ ഫാബി ഇച്ചിരി വണ്ണം വെച്ചാലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണെന്ന് ഇട്ടപ്പോ കറക്റ്റായി. ഇട്ടപ്പോ കൊള്ളാം. പിന്നെ സൂപ്പർ ഏട്ടാ. പിന്നെ അവന് പിന്നെ അറിയത്തില്ലേ അളവാ? പിന്നെ അളവ് ഫോണിൽ കിടേ അല്ല വീഡിയോ കിടേ. ഫോൺ വിളിച്ച് പറയണേ. ഞാൻ സ്റ്റെപ്പിന്റെ അങ്ങോട്ട് നിന്നില്ല. എന്റെ അടിഭാഗമൊക്കെ നോക്കട്ടെ. മുകളിലോട്ട് ഇറങ്ങിയേ. ആ മതി മതി മതി. അതെ കോട്ടൺ ആണ്. ഇറങ്ങി കേട്ടാ മോളെ. അപ്പൊ ബർത്ത്ഡേക്ക് കോളടിച്ചു അല്ലേ? ഈ ഡ്രസ് ഇട്ടാ ഫാബ്രിക് ഒന്ന് കറക്കണം. അതാ വീടക്കട കറക്കുന്നു. അതിരിക്കട്ടെ. ഇപ്പൊ ഇത്രയും ഡ്രസ് കിട്ടിയതില് മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെന്ന് പറയാം? ഇന്നലെ സൽമാൻ പറഞ്ഞ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തിനാണ് ചോദിക്കണത്? എല്ലാവർക്കും മറ്റേ പിങ്ക് ആണ് ഇഷ്ടപ്പെട്ട. ലാവൻഡർ. എനിക്കും ലാവൻഡർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ അത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയതാണെന്ന്. സുൽത്താനും റിസ്വാനും വേറെ എന്തൊക്കെയാണ് സംഭവങ്ങൾ കേട്ടാ. അതെന്താണെന്ന് അവന്മാർ പറഞ്ഞിട്ടില്ല. അത് ഗിഫ്റ്റ് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്നലെ കൊച്ചു കൊറേ എന്തൊക്കെ നമ്മളെ കോസ്മെറ്റിക് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, പെർഫ്യൂം ഒക്കെ അതെല്ലാം നല്ല അടിപൊളി ഐറ്റംസ്. അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ കൊടുത്തു. അത് പറഞ്ഞില്ല. ഒരു സെറ്റ് ഐസ്ക്രീം. അങ്ങനെ അത്. പിന്നെ രാത്രി അമ്മൂസ് കേക്ക്. ഇങ്ങനെ ഇങ്ങനെ ഫാബിക്ക് ഇങ്ങനെ ഗിഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും ചോദിക്കും വാപ്പ എന്ത് കൊടുത്തു? എന്ത് കൊടുത്ത് അത് സസ്പെൻസ്. ഓ ഇനിയും അപ്പൊ ഉണ്ടെന്ന് അർത്ഥം കേട്ടാ. പക്ഷെ നിങ്ങൾ അപ്പൊ വിചാരിക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്ത എന്താന്ന് പറയാ? അന്ന് ഡയമണ്ട് റിങ്. ഇനി അങ്ങോട്ട് കഴിയുന്നവരും കുറഞ്ഞു കുറഞ്ഞേ വരുള്ളൂ. അതല്ല കുറഞ്ഞു മീൻസ് ഇനിയിപ്പോ ഇൻഷാല്ലാ സുൽത്താൻ കെട്ടാണെങ്കിൽ പിന്നെ അവൾക്കും കൂടി വാങ്ങിക്കണ്ടേ? രണ്ടുപേരും ഒരുപോലെ നമ്മള് കാണണ്ടേ? വേറെ അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നവരായിരിക്കും എവിടെ സനമുത്തെന്നും. പാവം ഇത് അവിടെ കിടന്ന് അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ വന്ന് ഈ കവർ എടുത്ത് ആ കവർ എടുത്ത് ഇതൊക്കെ കാണായിരുന്നു നമുക്ക്. എനിക്ക് പിന്നെ അവിടെ പൊട്ടിച്ചേരാ. അങ്ങനെ നമ്മുടെ സനമോള് സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അല്ല മോളെ ചെരുപ്പിട്ടിട്ടില്ല. മോളുടെ ചെരുപ്പ് എവിടെ? മോളെ ചെരുപ്പിട്ടിട്ട് ഇറങ്ങിയാ മതി. ചെരുപ്പിട്ടിട്ട് വരാം കേട്ടാ. പേടി. ചെരുപ്പെടുത്തോട്ടെ. വാങ്ങിട്ടോ അപ്പേ പിടിച്ചോ. അവിടെ ആ സ്റ്റൂളിൽ ഇരുത്തി ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു.
അപ്പേ പിടിച്ചോ, വാപ്പേ സ്കൂളിൽ പിടിച്ചോ. പോവാനാ ബേബി? അപ്പേ പിടിച്ചോ. ശനക്കുട്ടിയുടെ കൊട എടുത്തില്ല. അപ്പേ പിടിച്ചോ, വാപ്പേ പിടിച്ചോ. ഈ കോട എടുക്കാൻ വേണ്ടി പോയി. കോട എടുത്തോണ്ട് വരും. മോള് വാ. ശരിപ്പെട്ടേ വാ. കൊട കൊടുക്കും. കൊട ഈ കൊട ബാഗൊക്കെ ആര് വാങ്ങിച്ചു മോളെ? കൊച്ചും അബ്ബായും അല്ലേ? വാപ്പ ചെരുപ്പിടാനാ. വാപ്പ ചെരുപ്പിട്ട്. യെല്ലോ ഗേൾ. കൊട പിടിച്ചോ. യെല്ലോ ഗേളുടെ വാട്ടർ ബോട്ടിൽ എവിടെ? ബാഗിൽ നിന്ന് തൂക്കാൻ. ആ ബാഗിൽ നിന്ന് ബോട്ടിൽ കഴുത്തി തൂക്കാനാ. അതാ കണ്ട സ്കൂളിൽ പോണ UDC. കൊട ചൂടിയ മലയാളി പെണ്ണേ. വെളിയിൽ പോവാന്ന്. സന്നയുടെ കൊടയെന്ന് കാണിച്ചു കൊടുത്തേ താത്തിട്ട്. എന്ത് ക്യൂട്ടല്ലേ? ബാഗ്. ഇനി ബാഗിന്റെ അകത്ത് എന്തെല്ലാം സാധനം ഉണ്ടെന്നറിയാവോ? എല്ലാം അബ്ബായും കൊച്ചും വാങ്ങിച്ചു തന്നതാ അല്ലേ മോളെ? ബാഗ്, ടിഫിൻ ബോക്സ്, പെൻസിൽ ബോക്സ്, പേഴ്സ്. നോക്കട്ടെ അവളെങ്ങോട്ട് ഇറങ്ങും നോക്കട്ടെ. അബ്ബാടുത്ത് പോണം. വാന്ന് അബ്ബാടുത്ത് പോവാൻ. അല്ല വീണ പോലും കാണാൻ പറ്റൂല. അല്ല ഒന്ന് അബ്ബാടുത്ത് കൊണ്ടുപോയിട്ട് അബ്ബാടുത്ത് പോണം. അബ്ബ ഉണ്ടോ അവിടെ? അതിന് അബ്ബില്ല. അബ്ബ കടയിൽ അബ്ബിയുണ്ട്. നമ്പർ അടിക്കില്ലേ? പിടിച്ചു. അവള് വലിയ കുട്ടിയായി. ഇനി ആരെയും പിടിക്കുന്നൊന്നുമില്ല. ആരെ എങ്ങനെ വിളിക്കുന്നേ? അതാരും നോക്കി. താങ്കൾ ആരും നോക്കോളെ? അതാര്? ആരത്? ആര് നോക്കോളെ? പോണ്. ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത് ആള് കാണും കേട്ടാ. അതൊക്കെ കണ്ടിട്ടാണ് ഇതാ സ്കൂളിൽ പോകുന്നുള്ള മട്ടിൽ ഇങ്ങനെ നടക്കുവാണ് വാപ്പായുടെ കയ്യും പിടിച്ചിട്ട്. ഒരുപാട് ദിവസത്തിന് ശേഷം നല്ല ഒരു സായാന്നും കേട്ടോ. മഴയൊന്നും ഇല്ല. അപ്പോൾ ദാ നമ്മളുടെ സനമോളുടെ ഏത്തക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊടിക്കാൻ പാകത്തിന് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാമേ. ഈ എന്ത് ഇതായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്നറിയോ? ഇനി വേറെ ജോലിയൊന്നുമില്ല. ഇതിനിപ്പം ഞാൻ കണ്ടെയ്നറിലേക്ക് മാറ്റുന്നു, പൊടിക്കുന്നു. സാധാരണ ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് ഉണക്കുന്ന കേസാണ്. മഴയാണെങ്കിൽ പിന്നെ ഇത് പറയുകയും വേണ്ട. ഇതിപ്പോ എത്ര പെട്ടെന്ന് റെഡിയായി കിട്ടിയത്. ലൈറ്റ് ഓഫ് ചെയ്തത് ഇതിന്റെ ഭംഗി കാണാനാണ്. ബേബി ഹായ്. പൊട്ടിക്കില്ലേ? ഇനിയുണ്ടോ മോളെ? സന കറയിൽ വെച്ച് എവിടെ വെക്കേ? മോളെ മോളെ
കൊള്ളാല്ലേ? ആ